പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമൂരത്താണ്. രാമൂരം തടത്തിൽ ജോൺ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ്. ഒരു പ്രാചീന കർഷകനാണ് ഞാൻ. ജോണിയേട്ടനെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇന്നത്തെ ജോണിയേട്ടൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴക്കുഞ്ഞ് ചാരം തിരുമ്മി വെക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതായത് പഴയ കാലത്തെ എല്ലാ കൃഷിക്കാരും വാഴ ചാരം തിരുമ്മിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്താ ഇതിൻ്റെ പ്രയോജനങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഇവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ജോൺ TJ തടത്തിൽ കിഴതിരി. തൊടുപുഴയിൽ നിന്ന് എത്ര ദൂരമുണ്ട്? തൊടുപുഴയിൽ നിന്ന് 22 കിലോമീറ്ററാണ്. പാലായിക്കോ ഏതാണ്ട് 22. അതിൻ്റെ ഏതാണ്ട് മധ്യത്തിലുള്ളൊരു സ്ഥലമാണ് കുറിഞ്ഞി നിന്ന് 2 കിലോമീറ്റർ പടിഞ്ഞോട്ട് മാറിയുള്ള ഒരു പ്രദേശമാണ് കിഴതിരി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത കുന്നും മലയും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. 3-4 കുന്നുകളുണ്ടല്ലേ? 3-4 കുന്നുകളുണ്ട്. ഏതൊക്കെ കുന്നാ ഇത് ഒന്ന് കോട്ടമല. ഒരു കാലത്ത് പാറമടയ്ക്ക് വേണ്ടി പാറലോബികൾ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി അത് നാട്ടുകാർ എതിർത്ത് അതിനെ ഇവിടുന്ന് ഓടിച്ച് ഇപ്പം അത് ഫ്രീ ആയി കിടക്കുകയാണ്. ഇത് കയ്യാലക്കാത്തിൻ്റെ സ്ഥലമായിരുന്നു. അത് പാറലോബികൾ വില കൊടുത്ത് വാങ്ങി. ആരാ മേടിച്ചത്? അത് മൂവാറ്റുപുഴക്കാർ ആണ് മേടിച്ചത്. അവർ ഇപ്പം പാറമട നടത്താൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ റെക്കോർഡുകളും കേസുകളുമായി നാട്ടുകാരുമായി കേസായി കിടക്കുകയാണ് ഈ പാറമട. നാട്ടുകാരുമായിട്ട് എത്ര നാളായി കേസ് നടക്കാൻ തുടങ്ങിയിട്ട്? 3 വർഷമായി. 2020 പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നാട്ടുകാർ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതി കയറി ഇറങ്ങി നടക്കുവാണോ? കയറി നടക്കുകയാണ്. അവരുമായിട്ട് പല പ്രാവശ്യം അലമ്പുകളും അവരുടെ വണ്ടിക്ക് കേടുപാടുകൾ വരുത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ബഹളങ്ങളുണ്ടായതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് ഇടവകയിലെ വികാരിയത്തിനാണ് അതിന് മുൻനിരയിൽ നിന്നത്. അതെന്താ സംഭവം? അയിലുക്കുന്നേൽ അച്ഛനാണ്, തോമസ് അയിലുക്കുന്നേൽ എന്ന് പറഞ്ഞ അച്ഛനാണ് അതിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഇടവകങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്ത് അവരെ മാറ്റുകയും ചെയ്തു. അച്ഛനെ അവർ കീഴ്പ്പെടുത്താൻ തുടങ്ങുമോ? അച്ഛനെ പിടിച്ച് ജയിലിൽ ഒരു ദിവസം മുഴുവൻ ജയിലിലിട്ടതാണ് ഇവരല്ലേ? ഇവരുടെ ഒത്താശയോടുകൂടി സർക്കാർ അവർക്ക് സൈഡ് ചെയ്ത് ഇവരെ പിടിച്ച് ജയിലിലാക്കേണ്ടി വന്നു. അപ്പോൾ ഈ അച്ഛനെ സ്ട്രോങ് ആയ കാരണം നാട്ടുകാരെ രക്ഷിച്ചല്ലേ? നാട്ടുകാരെ രക്ഷിച്ചു. ഏതാണ്ട് 300 ഇടവകക്കാരുള്ള ഈ ഇടവകയിലെ നാനാജാതി മതസ്ഥരും അവിടെ വർഗീയതയോ രാഷ്ട്രീയമോ യാതൊന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് പെണ്ണടച്ച് മുഴുവൻ പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും ആയി ഭയങ്കര പ്രകടനമായിരുന്നു ഇവിടെ നടന്നത്. എത്ര പേർക്ക് കേസുണ്ട് ഇവിടെ? അവർ കേസ് കൊടുത്തിട്ടുണ്ടോ? 64 പേരുടെ പേരിൽ കേസുണ്ട്. നാട്ടുകാർ അതിപ്പോഴും കോടതിയിൽ 2 മാസം 3 മാസം കൂടുമ്പോൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവർ ഗുണ്ടകളെ വിട്ട് ഇവിടെ തല്ലിപ്പിക്കാനൊക്കെ നടത്തിയായിരുന്നല്ലേ? മീൻകുന്ന് എന്ന സ്ഥലത്ത് നിന്ന്, മൂവാറ്റുപുഴയ്ക്കടുത്ത് മീൻകുന്ന് എന്ന സ്ഥലത്തു നിന്നാണ് ആൾക്കാരെ വരുത്തി ഇവിടെയുള്ളവരെ തല്ലിക്കാനും ഇവരെ ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. പക്ഷെ നടന്നില്ല, അവരാ ഓടിയത്. അതെല്ലേ? നിങ്ങൾ ചങ്കറപ്പോട് കൂടി അതിനെ നേരിട്ടല്ലേ? ചങ്കറപ്പോട് കൂടി നേരിട്ടു. ഇതാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നേതൃത്വ നിരയിലേക്ക് വന്നാക്കുന്നത്? തൻ്റെടമായിട്ട് വന്നത് വിൻസൻ പുതിയകുന്നേൽ, പ്രമോദ് കൈപ്പിരിക്കൽ, ബാബു കരിയാത്തമ്പാറ, കുഞ്ഞുഞ്ഞു കഴുന്നുകണ്ടത്തിൽ, സോണി കമ്പോത്തുങ്കൽ, ഇങ്ങനെ ഒത്തിരി ആൾക്കാരെ നേതൃത്വ പാഠമാണ് അല്ലേ? അതിൻ്റെ എല്ലാവരും കൂടി ഒരു ചങ്കറപ്പോട് കൂടി എതിർത്ത് നിന്ന കാരണമാണ്. ഇത് ഈ പാർട്ടി ഇത് രാഷ്ട്രീയ പാർട്ടികളുണ്ടോ ഇതിൻ്റെ അകത്ത് മുൻനിര വന്ന ഈ സ്ഥലം? ഈ കോട്ടമലയാണോ? കോട്ടമല. ഈ കോട്ടമല ആരാ മേടിച്ചത്? ഇത് കോട്ടമല ആദ്യമേ കയ്യാലക്കകം എന്ന് പറഞ്ഞ് പാലായിലുള്ള കയ്യാലക്കകം അവരുടെ പേരിലായിരുന്നു ഈ സ്ഥലം. അവരിൽ നിന്നാണ് ഈ പാറ ലോബികൾ വാങ്ങിയിരിക്കുന്നത്. ഈ ലോബി ഏതാ? ലോബിയുടെ പേര് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കേസ് കൊടുത്താക്കുന്ന കാരണം അറിയത്തില്ല, അവരുടെ പേരറിയത്തില്ലേ? ഞാനൊരു പ്രതിയല്ലല്ലോ. അതല്ലേ? ഞാൻ ഈ ഏരിയയിൽ ചേട്ടനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ചേട്ടൻ 1-2 പേരെ ജീവൻ രക്ഷിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. എന്താ ചേട്ടാ സംഭവങ്ങൾ? അതെ, ഒരു 32 വർഷം മുമ്പ് ഞാൻ നമ്മുടെ പറമ്പിൻ്റെ ഒരതിർത്തി കൂടെ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ കൂടെ കറണ്ട് ലൈൻ പോകുന്നുണ്ട്. ഈ ലൈൻ പറഞ്ഞു വഴിയിൽ കിടക്കുകയും ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 പെണ്ണും ഒരു ചെറുക്കൻ കൊച്ചും കൂടെ നടന്നു വന്നപ്പോൾ 11 വയസ്സും 10 വയസ്സൊക്കെ 8 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അതിൽ ആ ചെറുക്കൻ കൊച്ചി കമ്പിയെ ചെന്തൊട്ടു. ലൈൻ കമ്പി പൊട്ടിക്കന്ന് കമ്പിയെ തൊട്ട ഒരു കയ്യിൽ കൊണ്ട് തൊട്ട് മറ്റേ കൈയൂടെ കയറി പിടിച്ചു. കൊച്ചു മലന്നടിച്ച് വഴിയിൽ കിടന്നു. ബഹളം കേട്ട് ഞാൻ ഓടിച്ചെല്ലും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഓടിച്ചെല്ലുമ്പോൾ ഒരു കൊച്ചു വായിൽ നിന്നും പതേ ഒഴുകി മലർന്ന് വഴി കിടപ്പുണ്ട്.
എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാര്യം ആൾക്കാർ പറഞ്ഞു ഓടി പീസ് ഊരാൻ രക്ഷപ്പെടുമെന്ന്. പീസ് ഊരാൻ പോകണമെങ്കിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം പോയി ചെന്ന് പീസ് ഊരിയിട്ട് വരുമ്പോഴേക്കും കൊച്ചിൻ്റെ പീസ് തീരും. അതുകൊണ്ട് ഞാൻ അപ്പോഴെനിക്കൊരു ബുദ്ധി തോന്നി. എൻ്റെ ഉടുത്തിരുന്ന ഒരു ഉടുതുണി പറിച്ച കൊച്ചിൻ്റെ കഴുത്തിന് ചുറ്റിയിട്ട് പുറകോട്ട് വലിച്ചപ്പോൾ അവൻ ആ കമ്പിയും വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് വെട്ടിച്ചൊരു വലി വെച്ചിട്ട് വിടിയിൽ വെച്ചു കൊടുത്തു. കൊച്ചു മരന്നടിച്ച് അകലെ വീണു. ചെന്നെടുത്തപ്പം വിറകുകൊള്ളി പോലെ മരച്ച രീതിയിലിരുന്നു. എടുത്ത് ഞാൻ തോളയിലിട്ടുകൊണ്ട് ഓടി. കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പുറത്തേക്ക് ഛർദ്ദിക്കുകയും ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആൾ ജയിച്ചേക്കുമെന്ന്. അന്നപ്പോഴത്തേക്കും വണ്ടി വന്നു. വണ്ടിയെ കയറ്റി രാമപുരം സെൻറ്റ് അഗസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. അവിടെ ചെന്നു ഡോക്ടർ ഒരു ദിവസം അവിടെ കിടത്തി ചികിത്സിച്ചു. ആൾ ബോധമായി മിടുക്കനായി. ഇപ്പം അവൻ വിദേശത്ത് ജോലിയാണ്. ജോലി കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ എന്നെ വന്ന് കാണും, ഞാൻ അവനെയും കാണും. കണ്ട് സന്തോഷമായി നടക്കുന്നു. അവൻ ഒരു മിടുക്കനായി തന്നെ തീർന്നു. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അല്ലേ? അവൻ കാണുന്നുണ്ടായിരിക്കും. അവന് എന്നതാണെങ്കിലും അവനെ പലപ്പോഴും എന്നെ കാണുമ്പോഴും എന്നോടും പറയും, ചേട്ടാ ഞാൻ അങ്ങേലോകത്തിന് പോയ ആളാണ്, ഞാൻ മരിച്ചു പോയി, പക്ഷേ ചേട്ടൻ കാരണം ഞാൻ ഇന്ന് ഈ ഭൂമുഖത്തുള്ളതാണ്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അവന്? അന്ന് അവന് 8 വയസ്സ് കാണും. സ്കൂൾ വിട്ട് വരുന്ന സമയമാണ്? വേദപാഠം ഞായറാഴ്ചയാണ്. ചേട്ടൻ്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ടാൻ തോന്നുന്നു. കാരണം ആ സമയത്ത് ആ തോളെ കൊച്ചിനെ ഇട്ടോണ്ട് ആ ഓടി ഓട്ടം അല്ലേ? കിടന്ന് കുടുങ്ങിയത് കൊണ്ടാണോ അവൻ്റെ ആ അലകു പോലെ ഇരുന്ന് അത് അങ്ങോട്ട് അയഞ്ഞു കൊടുത്തതെന്ന് അറിയത്തില്ല. എന്നതാണേലും അവൻ രക്ഷപ്പെട്ടു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ സിനിമയെ വെല്ലുന്ന ഒത്തിരി കഥാപാത്രങ്ങൾ നാട്ടിൽ കെട്ടിയാടിയിട്ടുള്ള ആളാണെന്ന് കേട്ടു. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഒത്തിരി പ്രിയങ്കരനാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കഥകളും ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് വേറെ ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടന് തൊഴിലുറപ്പുമായിട്ടൊരു ബന്ധമുണ്ടായി. തൊഴിലുറപ്പ് 14 പെണ്ണുങ്ങൾ നമുക്ക് പള്ള തിളയ്ക്കുന്നുണ്ടായിരുന്നു. പറമ്പിൽ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പള്ള തിളയ്ക്കുന്നുണ്ട്. പള്ള തിളച്ചൊരു 11:30-12 മണി സമയമായപ്പം ഈ പെരുന്തേൻ്റെ ഈച്ച ഇളകി അവരെ കുത്തി അവർ ഓടി. ഞാൻ വീട്ടിലായിരുന്നു. ഒച്ച കേട്ടുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ 8-9 പെണ്ണുങ്ങൾ വീട്ടിൽ ഓടി വന്നു. വീട്ടിൽ കയറി വന്നത് പെരയ്ക്കകത്ത് കയറി കതകടച്ച് ഫാനിട്ടതുകൊണ്ട് ഈച്ചയൊന്നും കയറിയില്ല. പുറത്തുണ്ടായിരുന്നതിൽ 2 സ്ത്രീകൾ അവശത നിലയിലായി. ഓടിച്ചെന്ന് ഞാനും എൻ്റെ സുഹൃത്ത് കാഞ്ഞിരത്താങ്കുന്നേൽ ആഗസ്തിക്കൊച്ചെന്ന് പറഞ്ഞ പുള്ളിയും കൂടി ഇതുങ്ങളെ എടുത്ത് വഴിയിൽ കൊണ്ടുവരികയും ആഴി കൂട്ടി തീ കത്തിക്കുകയും ചെയ്തപ്പോൾ ഈച്ച മാറി. ഈ ഇവരെ കൊണ്ട് രാമപുരം ഗവൺമെൻറ് ആശുപത്രിയിലെത്തിയപ്പം ആശുപത്രി അധികൃതർ പറഞ്ഞു, ഇങ്ങോട്ട് കയറ്റണ്ട, ഇവിടെ വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കാതെന്ന് പറഞ്ഞു. ആൾ മരിക്കുമല്ലോ എന്നുള്ള ആ വിഷമം കൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് അരുണാപുരത്തുള്ള മരിയൻ സെൻ്റർ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ എല്ലാവരെയും കയറ്റി ഞാനും കയറി. എൻ്റെ പുറത്ത് 19 ഈച്ചകളുടെ കുത്തുണ്ടായിരുന്നു. ചേട്ടന്? എൻ്റെ പുറത്ത്. ആ കുത്തുകൾ മുഴുവൻ ചെറിയ കൊടിലുകൊണ്ട് ഈ ആശുപത്രിക്കാർ വലിച്ചു പറിച്ചു. കുറേ ഇവിടെ ഈ ആഗസ്തിക്കൊച്ചെന്ന് പറഞ്ഞ ആൾ കുറേ പറിച്ചു കളഞ്ഞു. ഒരു ദിവസം ഞാൻ ആശുപത്രി കിടന്നു. അതിൽ 2 പേര് 8-10 ദിവസം കിടന്നു. ബാക്കിയുള്ളവരെല്ലാം ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ആരും മരിച്ചില്ല. 2 പേര് മരിക്കുമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ മരിച്ചില്ല. എല്ലാവരും സുരക്ഷിതരായി. എനിക്ക് അന്ന് ചിലവ് 14,000 രൂപ ഈ ഒരു കേസിന് ചിലവുണ്ട്. പക്ഷേ 10 പൈസ പഞ്ചായത്തിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ തന്നിട്ടില്ല. തരുമെന്ന് പഞ്ചായത്ത് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ഒരു നയാ പൈസ തന്നിട്ടില്ല. കേരളം എല്ലാത്തിനും ഒരു പിടി മുൻപിലല്ലേ? ഒരു പിടി മുൻപിലാണ്. പെരുന്തേനീച്ച കൂടിൻ്റെ അകത്തേക്ക് പരുന്ത് വന്നിട്ട് കുത്തിയിട്ടല്ല ഈ റാഗലുകളെല്ലാം തേൻ കുടിക്കാൻ വരുന്നതല്ലേ? പെരുന്തേനീച്ച മരത്തിൻ്റെ ചെരിവുള്ള കമ്പയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. വലിയ മുറം പോലെയുള്ള റാഗലാണ്. അപ്പോൾ ഒരു വശത്ത് നിന്ന് ഈ പരുന്ത് ഉളി ചാട്ടുന്ന പോലെ ഈ റാഗലിനകത്തൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ ഈ പരുന്തിൻ്റെ ദേഹത്ത് മുഴുവൻ തേൻ പറ്റും, ഈ ചിറകയിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ. എന്നിട്ട് അവൻ വേറെ അടുത്ത മരത്തിൽ പോയിരുന്ന് ഈ തേൻ തൊട്ട് നക്കുകയാണ്, ഈ തൂവലെ പറ്റിയിരിക്കുന്ന തേൻ. അപ്പോൾ ഈച്ച കിടന്ന് വെള്ളം ഉണ്ടാക്കും. ഈച്ച വെറുതെ ഇരിക്കുന്ന നാട്ടുകാരെയും മൃഗങ്ങളെയും കുത്തി നാശമാക്കും. അങ്ങനെയാണ് പെരുന്തേനിൻ്റെ അപകടം ഉണ്ടാക്കുന്നത്. അതിനൊരു കഥയുണ്ടല്ലോ ഈച്ചയുടെ. അതായത് പരുന്തിന് ഒരു വിക്രിയ ചെയ്യുന്നുണ്ടല്ലേ? പരുന്ത് ചെയ്യുമ്പോൾ നാട്ടുകാർക്കിട്ട് തന്നെ പണി കൊടുക്കുന്നത് നാട്ടുകാർക്ക്. പരുന്ത് ഇതിനിടയ്ക്കൂടെ ഈ റാഗിൽ തുളച്ച് അപ്പുറം പോകുമ്പോൾ ഈ പരുന്തിൻ്റെ ചിറകിലും അതിൻ്റെ കാലിലും മേത്തും എല്ലാം തേനിൻ്റെ
അംശങ്ങൾ പറ്റിയിരിക്കും. അത് അകലെയുള്ള മരക്കൊമ്പിൽ പോയിരുന്ന അവൻ്റെ ചുണ്ടുകൊണ്ട് നക്കി എടുത്തു പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഈ മലമ്പ്രദേശമായാലും ചേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ. എനിക്കിട്ട് കുത്തും കിട്ടിയിട്ടുണ്ട്. എൻ്റെ പറമ്പിൽ പണിതപ്പം എനിക്ക് കുത്ത് കിട്ടിയിട്ടുണ്ട്, അല്ലാത്ത സമയം 1-2 കിട്ടിയിട്ടുണ്ട്. ഈ തേനീച്ചകളെ ആക്രമണകാരികളാക്കുന്നതാണ് ഈ പരുന്ത് കാരണമാണ് ഇത് ആക്രമണം ഉണ്ടാകുന്നത്. അല്ല ഒരു ഈച്ചയെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ. ചേട്ടൻ ഈ പെട്ടെന്ന് തന്നെ ഉണർന്ന ചേട്ടനെ പ്രവർത്തിച്ച തക്കതായ സമയത്ത് ചേട്ടന് അങ്ങനെ ഒരു ജീവൻ രക്ഷാ മാർഗങ്ങളിലേക്ക് പോകാനായിട്ടായത് ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക്? ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 78 വയസ്സായി. ഈ 78 വയസ്സിനോടുകൂടി ഒത്തിരി കാര്യങ്ങൾ ചെറുപ്പം 9ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എനിക്ക്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ തലത്തിൽ പന്തുകളി അവിടെ കായികമായിട്ട് നടന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു അതുല്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി. അതിപ്പോഴും നിലവിൽ ആ ക്ലബ്ബുണ്ട്. അതിന് നെഹ്റു യുവകേന്ദ്രയുടെ അവാർഡ്, കോട്ടയം ജില്ലയിലെ അവാർഡ് കിട്ടിയ ആദ്യത്തെ ക്ലബ്ബാണ് അതുല്യ ആർട്സ് ക്ലബ്ബ്. ആ ക്ലബ്ബിൽ നിന്ന് വടംവലി, ചീട്ടുകളി, വോളിബോള്, ഓട്ടം എന്നു വേണ്ട എല്ലാവിധ ഏർപ്പാടുകളും ഉണ്ടായിരുന്നു. ഓണത്തിന് ഒരു 500 പേരെങ്കിലും കാണും ഇവിടെ സമ്മേളിക്കാനും. പായസം ഉണ്ടാക്കുക, കാവറക്കുക, സദ്യയാണ് ഓണത്തിൻ്റെ ആ ദിവസം ഇവിടെ. ഇന്നിപ്പം ചെറുപ്പക്കാരായ പിള്ളേർ മുഴുവൻ നാട് വിട്ട് വിദ്യാഭ്യാസം, ഇവിടെ ജോലി കിട്ടാനില്ല, ജോലിക്ക് ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ മാർഗമില്ലായതുകൊണ്ട് പോയതുകൊണ്ട് ഇപ്പോൾ ആ ക്ലബ്ബും വായനശാലയും 5-6 വയസ്സന്മാരും ഞങ്ങളൊക്കെ പോയിരിക്കും. ചിലപ്പോൾ അതുമില്ല. അങ്ങനെ ആ ക്ലബ്ബ് കിടക്കുന്നു. ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടമാണ്. ഈ കെട്ടിടം 2 നിലയായിട്ട് പണിത് നല്ല രീതിയിൽ വന്ന ക്ലബ്ബാണ്. ഇപ്പോൾ അത് മന്ദഗതിയിലായി കിടക്കുകയാണ്. നിർത്തിപ്പോയിരുന്നു മാത്രമല്ല? നിർത്തിയിട്ടില്ല. വായനശാലയുണ്ട്. കുറേ കൊച്ചു പിള്ളേരൊക്കെ വന്ന് ചെറിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കും. ഇങ്ങനെ ഇരിക്കുന്നു. ഓണാഘോഷ പ്രോഗ്രാം ഉണ്ടോ? ഓണാഘോഷ പ്രോഗ്രാം ഇല്ലാഞ്ഞിട്ട് ഓണാഘോഷം ഓഗസ്റ്റ് 15 ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. അതിന്ന് അതപ്പതിച്ചു പോയി. ആളില്ല, അതാണ് അതിനകത്തെ മെയിൻ വിഷയം. ഈ കൃഷി മേഖലയെക്കുറിച്ച് എന്താ ചേട്ടാ പറയാനുള്ളത്? കൃഷി മേഖല ഇന്ന് കൃഷി ചെയ്യാൻ വരും തലമുറകളിൽ ഒരെണ്ണത്തിന് ഒരു വാഴ വെച്ചൊരു കൊല വെട്ടുവാൻ സാധ്യമല്ല. അവരോട് പറഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് 2 കിലോ അങ്ങ് വാങ്ങിയാൽ പോരെ, എന്തിനായി കിടന്ന് വേർക്കുന്നത്, എന്തിനായി തൂമ്പായെടുത്ത് പണിയുന്നത്, എന്തിനാണിത് ചെയ്യുന്നത് എന്ന്. പക്ഷേ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചാൽ ഈ നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കേരളം നശിച്ചു പോകുകയുള്ളൂ. ഇന്നിവിടെ പണി നടക്കണമെങ്കിൽ ബംഗാളികളെ കിട്ടിയെങ്കിലേ പണി നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു 30 വയസ്സിന് 30-35 താഴെയുള്ള ഒരു കൊച്ചുങ്ങൾക്കും ഒരു വാഴ വെക്കാനോ ഒരു കൃഷിയും ചെയ്യാൻ അറിയത്തുമില്ല, ചെയ്യുകയില്ല. ഈ നാട്ടിലെ കൃഷി ചെയ്യാനായിട്ട് ചെറുപ്പക്കാർ ഒന്നും ഇല്ലെന്ന് പറയാം? ഒന്നുമില്ല എന്ന് പറയാം. എത്ര വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരാണ് ഇന്നും ചെയ്യുന്നത്? ഒരു 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് കൃഷി. അതിന് താഴേക്ക് ആരുമില്ല. അതിന് താഴെയുള്ള ഒരു കൊച്ചുങ്ങളുമില്ല. സ്കൂൾ തലങ്ങളിലൊന്നും വിദ്യാഭ്യാസ രീതി കൊടുക്കുന്നുമില്ല. ചൊക്കട പണിയെടുത്ത് ജീവിക്കുക എന്ന് മാത്രം. അന്നൊന്ന് കിട്ടുന്നു, അന്നൊന്ന് അത് ചെലവ് ചെയ്യുന്നു. ഒത്തിരി എണ്ണം ലഹരിക്കും അങ്ങനെയുള്ള ആവശ്യത്തിന് നടക്കുകയാണ്. കഴിച്ച് അങ്ങനെ എന്തെല്ലാം വേണ്ടാതനങ്ങൾ കാണിച്ച് മുൻ തലമുറകളുണ്ടാക്കിയ ആ സ്വത്തുകൾ കൊണ്ട് തിന്നുകുടിച്ച് ജീവിക്കും വരും തലമുറ. പക്ഷേ അന്നേരം ഒരു കാര്യമുണ്ട്, അംഗസംഖ്യ കുറവാണ്. അന്ന് ഞങ്ങൾ 6 മക്കളാണ്. അതുപോലെ 6-7 മക്കളെ ഒന്നുമില്ല, 1 അല്ല 2. ഇവിടെ കാട്ടാനശല്യം ഉണ്ട് ചേട്ടാ? ഇവിടെ കാട്ടാനയൊന്നുമില്ല. ഇവിടെ കുറുക്കൻ, മുള്ളമ്പന്നി, കാട്ടുപോച്ച, ഇങ്ങനെയുള്ള ചെറിയ മരപ്പെട്ടി, ഇങ്ങനെയുള്ള ചെറിയ ജന്തുക്കളേ ഉള്ളൂ. ഇവരെ കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ടോ? കൃഷിനാശം മുള്ളമ്പന്നിയും കുരങ്ങും ഭയങ്കര ശല്യമാണ്. കുരങ്ങുള്ള തേങ്ങ മെച്ചികൾ മുഴുവൻ പറിച്ച് നശിപ്പിക്കുക. എത്രത്തോളം തെങ്ങുണ്ട് ചേട്ടന്? എനിക്ക് 10-40 തെങ്ങുണ്ട്. തേങ്ങ കിട്ടാറുണ്ടോ? തേങ്ങ അത്യാവശ്യം നമ്മുടെ ആട്ടിക്കാനുള്ളതും നമ്മുടെ കറിക്കരയ്ക്കാനുള്ളതും അങ്ങനെ വീട്ടാവശ്യങ്ങൾക്കുള്ളത് കിട്ടും. വാഴക്കൊലയൊക്കെ ശല്യങ്ങളുണ്ടോ? വാഴക്കൊലയും മൂടിക്കെട്ടിയൊക്കെ വെച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കുരങ്ങൻ തിന്നിടും. പ്ലാവ് എത്ര ഉണ്ട്? പ്ലാവ് 10-22 എണ്ണം. ചക്ക കിട്ടാറുണ്ടോ? ചക്ക ഉണ്ട്. ഇപ്പൊ വലിയ ശല്യമില്ല. നിരന്ന് എല്ലായിടത്തും ആനിക്കായുണ്ട്, മാങ്ങയുണ്ട്, ചക്ക ഉണ്ട്, എല്ലാ വകയുള്ളത് കൊണ്ട് ശല്യങ്ങൾ കുറവുണ്ട്. ചേട്ടാ, ഈ നമ്മുടെ ചാനലിൻ്റെ പേര് ഹാർഡ് ഫാർമർ എന്നാണ്. ഈ കൃഷി, അതായത് പഴയ ഒരു കാലഘട്ടം, അതായത് കൃഷി എല്ലാ രീതിയിലും വിപുലീകരിക്കാനായിട്ട് ജോണിയേട്ടൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തരാനുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്? പുതിയ തലമുറയ്ക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു തരാനുള്ളത്, കാരണവന്മാർ കാണിക്കുന്നത് കണ്ട് അനുകരിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്നതാണെന്ന് നോക്കിക്കാണാൻ ഇന്നുള്ള ഒരു തലമുറയിൽ ഒരു മക്കൾക്കും താല്പര്യമില്ല. ഏതാണ്ട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർ കുടുംബത്തിൽ നിന്ന് ആ കാരണവന്മാർ ചെയ്യുന്ന പണികളെ പറ്റി പഠിക്കുന്നില്ല. ഞങ്ങളൊക്കെ പണിത കാലത്ത് ഞങ്ങളുടെ അപ്പനും അമ്മയും പണിയുമായിരുന്നു. കണ്ടത്തിൽ
അന്ന് ടില്ലറോ ട്രാക്ടറോ ഇല്ല, കാള കൊണ്ടാണ് പൂട്ടുന്നത്. കാള പൂട്ടി ഞവരി വെച്ച് അടിച്ച് വിത്ത് പാകി പറിച്ച് നട്ടാണ് കൃഷി ചെയ്ത് തല്ലുകയും മെതിക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലം അതല്ല, ഇന്നെല്ലാം മിഷനാണ്. ജോണിയേട്ടനെ കണ്ടത്തിപ്പണി എല്ലാം അറിയാമായിരുന്നോ? കണ്ടത്തിപ്പണി എല്ലാം അറിയാം. എനിക്ക് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള സാമാന്യ എല്ലാ കൃഷികളെ പറ്റിയും അറിയാം. ഈ കൃഷി നിന്ന് പോയിട്ട് എത്ര കാലമായി? ഇപ്പോൾ കൃഷി നിന്നിട്ടൊരു 15 കൊല്ലമെങ്കിലും. പഴയൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരും ഏട്ടാ. അതായത് അന്യ സംസ്ഥാനത്തു നിന്ന് പലവ്യഞ്ജന സാധനങ്ങളെല്ലാം കിട്ടുന്ന കാരണമാണോ ആൾക്കാർ? ഇവിടെ അന്യ സംസ്ഥാനത്ത് നിന്ന് പലവ്യഞ്ജന സാധനങ്ങളും അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളും ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇന്ന് കേരളം പിടിച്ചു നിൽക്കുന്നത്. അല്ല, ഇവിടെ കേരളം പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു പട്ടിണി പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏട്ടാ. വിദേശത്തു നിന്ന് ഒന്നും വന്നില്ലെങ്കിൽ കേരളം തികച്ചും പട്ടിണിയാകും. പച്ചക്കറിയില്ല. ഇന്നും പച്ചക്കറി, മുട്ട, പാല് എല്ലാം ഇവിടെ ഇല്ല. അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരും. ഈ അടുത്ത കാലത്ത് പാലിന് നാം ഒരു സ്വയം പര്യാപ്തതയിൽ എത്തിയെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് പാലിന് ആ പശുവിന് കൊടുക്കുന്ന തീറ്റയ്ക്ക് ഒരു ചാക്ക് ഓക്കയ്ക്ക് 600, 1500, 510 രൂപ വില. അതുപോലെ വേറെ പിണ്ണാക്കിന് അതുപോലെ വില. അങ്ങനെയുള്ള നമ്മൾ പാലിൽ കിട്ടണമെങ്കിൽ അതിന് അതുപോലെ തീറ്റയും വെള്ളം കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ. അല്ലാതെ ഫാമുകളെല്ലാം പൂട്ടിപ്പോകാൻ ഇവിടുത്തെ ഫാമുകളെല്ലാം തന്നെ പൂട്ടിപ്പോകും. ചേട്ടന് പശുണ്ടോ? എനിക്കിപ്പം 3 പശുവുണ്ട്. 3 പശുവുണ്ട്. 3 പശുവുണ്ട്. ലാഭത്തിലാണോ പോകുന്നത്? എന്ന് വെച്ചാൽ ഒരു തൊഴിലൊന്ന് മാത്രം അതിനെ കൊണ്ട് നടക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടാവശ്യം നടക്കും. കൃഷിക്ക് ആവശ്യമായ ചാണകം കിട്ടും, ചാണകപ്പൊടി. കുറേ ജാതിയുണ്ട്, ജാതിക്കിടാം. കൊക്കോ ഉണ്ട്, അതിനിടാം. തെങ്ങിന് പച്ചച്ചാണകം ഇട്ട് കാര്യമില്ല, കേടാണ്. ജാതി എത്ര ഉണ്ട്? ജാതി 10-30 എണ്ണം ഉണ്ട്. 30 ഉണ്ട്. ജാതിയുണ്ട്, കൊക്കോ ഉണ്ട്, റബ്ബറുണ്ട്, എല്ലാ വക കൃഷിയുള്ള ഒരു. കൊക്കോ വിളവ് എങ്ങനെയുണ്ട് ചേട്ടാ? കൊക്കോ ഈ അടുത്ത കാലം വരെ 1000 രൂപ വരെ ഉണക്ക കൊക്കോ ഞാൻ വിറ്റു. ഇപ്പോൾ അതിന് 300 രൂപ താഴെയായി. വില ഡൗൺ ആയിപ്പോയി. ഒത്തിരി ആൾക്കാർ റബ്ബർ തോട്ടം വെട്ടി കൊക്കോ വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പം റബ്ബർ തോട്ടം വെട്ടി പലരും റംബൂട്ടാന്, പ്ലാവ് ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിതേവരെ റബ്ബർ വെട്ടിയിട്ട് റബ്ബർ വെട്ടാറായി വരുന്നവരെല്ലാം പിന്നത്തെ കൊല്ലം പറിക്കണം. എന്നിട്ട് എന്നതാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. റംബൂട്ടാൻ ചെയ്താൽ ഒരു കാലത്ത് വാനിലയ്ക്ക് വിലയുണ്ടായിരുന്നു. പക്ഷേ ആ വാനില എല്ലാവരും നശിപ്പിച്ചു. ഞാനും വാനില വെച്ചതാണ്. വാനില മുഴുവൻ കുറേ ബീൻസ് കിട്ടുകയാണ്. ആ ബീൻസ് ഉണങ്ങി വെച്ചിട്ട് ആർക്കും വേണ്ട. ഒടുവിൽ മുസ്ലിങ്ങൾ വന്ന് അവരെ തൊലി വില തന്നു. ഞാനത് കൊടുക്കുകയും ചെയ്തു. എല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞു. ഈ പ്രായത്തിലും ചേട്ടൻ തന്നെ ടാപ്പ് ചെയ്യുന്നല്ലേ? ഞാൻ തന്നെ ഇപ്പോഴും ഒരു റബ്ബർ ടാപ്പ് ചെയ്യും. 250 മരം ടാപ്പ് ചെയ്യും. പാലെടുത്ത് ഉറയെ ഒഴിച്ച് അടിച്ച് പോപ്പരയിലിട്ട് ഷീറ്റാക്കി കൊടുക്കുവാണോ ലാഭം? ലാഭം അത് തന്നെ. അതല്ലേ. മറ്റേത് ഒരു സൊസൈറ്റി പറയുന്ന DRC ഇല്ലേ, അവർ 28 എന്ന് പറഞ്ഞാൽ 28, 26 എന്ന് പറഞ്ഞാൽ 26. നമ്മളുണ്ടോ DRC എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഷീറ്റിന് എന്നാ വിലയുണ്ട്? ഇപ്പോൾ ഷീറ്റിന് ഇന്നലെ 203 രൂപ വിലയുണ്ട്. വിലയുണ്ടല്ലേ? ഇപ്പം ഉൽപ്പാദനം ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഉൽപ്പാദനം ഇല്ല. എല്ലാവരും ടാപ്പിംഗ് നിർത്തിയിരിക്കുന്ന ഒരു സീസണല്ലേ. ഇനി ഒരു ജൂൺ ജൂലൈ വരെ ഈ വില കയറി ഒരു 250 രൂപയുടെ അടുക്ക കാണിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചേട്ടൻ്റെ തിരക്കേറിയ സമയത്താണ് ഞാൻ കടന്നു വന്നത്. ഞാൻ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വാഴക്കുഞ്ഞ്, അതായത് ഇത് ഏതാ ചേട്ടാ വാഴേനം? ഇതാണ് ഈ റോബസ്റ്റ എന്ന് പറയുന്ന വാഴ. ഇത് ഒരു വാഴയിൽ നിന്ന് 40 കിലോ വരെയുള്ള ഫലങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. അതെ അല്ലേ? പ്രമേയ രോഗികൾക്കൊക്കെ നല്ലതല്ലേ? വലിയ മധുരമില്ല. ഇത് ഒരു വേനൽക്കാലത്ത് ഏറ്റവും നല്ല റകമാണ്. വിദേശ രാജ്യങ്ങളൊക്കെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലില്ലല്ലേ? കേരളത്തിൽ ഈ ഐറൻ സൈഡിൽ ഇത് ധാരാളം ഉണ്ടെന്നാണ് തോന്നുന്നു. കടയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കടയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പഴം പൊഴിഞ്ഞ് വീഴുക. പഴുപ്പ് നല്ലപോലെ എത്തിയാൽ കൊലയെ പിടിച്ച് നിൽക്കാതെ പൊഴിഞ്ഞ് പോവുകയുള്ളൂ. അതിന് ചെയ്യുന്ന പണി ഇത് കാളാമണ്ണിൽ നിന്ന് പഴുപ്പാകാൻ തുടങ്ങുമ്പം മുഴുവൻ കണ്ടിച്ച് പെടലയായിട്ട് തിരിച്ച് അടുക്കി വെക്കുക. എന്നിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ തന്നെ ഒത്തിരി വീഡിയോസ് കാണാറുണ്ട്, അതായത് പെടല തിരിക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നില്ല. എക്സ്പോർട്ടിംഗ് കമ്പനിക്കാരങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ടല്ലേ വേറെ വാഴകൃഷി അധികമുള്ള? ഇവിടെ ഇത് ധാരാളം കൃഷി ചെയ്യുന്നവരില്ല. ഞാനൊരു കുറച്ചൊന്നും മാത്രം നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടാണ്, നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം കൃഷി ചെയ്യുന്നത്. അതല്ലേ? അതുപോലെ കൃഷികളെല്ലാം കുറച്ച് ഇഞ്ചി, മഞ്ഞൾ, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, കച്ചോലം എന്ന് വേണ്ട എല്ലാ കൃഷിയും ചെയ്തൊരു മനുഷ്യനെ. ഇതെല്ലാം ഉണ്ടോ? ഇത് വംശം നശിക്കാതെ എല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? വംശം നശിക്കാതെ എല്ലാ കൂട്ടം കുറേശ്ശേ ഉണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം കൂലി കൊടുത്ത് പണിയിച്ചാൽ യാതൊരു കാരണവശാലും മുതലാകുകയാണ്.
കുരുമുളകുണ്ടോ? കുരുമുളകും ഉണ്ട്. അതല്ലേ, സ്വന്തമാണോ മുളക് പൊടിയൊക്കെ? മുകളിലുള്ളത് ചോട്ടിൽ വീഴുമ്പോൾ പെറുക്കിയെടുക്കുക. കയറി പറിക്കാൻ മുതലാകുകയില്ല. ഈ 78 വയസ്സായ എന്നെ കൊണ്ട് കയറാൻ പറ്റിയല്ല. കോണി വെച്ച് കുറച്ചൊക്കെ പറിക്കും. എന്നാലും നമ്മളാലാവുന്ന വിധം പറ്റുന്ന പോലെയൊക്കെ. ഞാൻ അറിഞ്ഞ ജോണിയേട്ടനെ കുറിച്ച് രാവിലെ മുതൽ രാവന്തിയോളം പണിയെടുക്കുന്ന ഒരാളാണ്, ശരിയാണോ? ഏതാണ്ട് ഒരു 6-6 റബ്ബർ വെട്ടുള്ളപ്പോൾ 6 മണിക്ക് തോട്ടത്തിലെത്തും. 11 ആകുമ്പോൾ തീർത്ത് വരും. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ആഹാരം കഴിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ട്, കയറി 1 മണിക്കൂർ 1.5 മണിക്കൂർ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് പശുവിന് തീറ്റ ഉണ്ടാക്കി രാവിലെ പശുവിനെ കറക്കും, ഉച്ചയ്ക്ക് വൈകുന്നേരവും കറക്കും. ഇങ്ങനെ ദിവസം ഉച്ചയ്ക്ക് ഒരു 1-1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യും, അല്ലാതെ ഒരു സമയവും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ചേട്ടന് പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ലേലും ഈ നാട്ടിലെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടല്ലേ? ഏതാണ്ടൊക്കെ അത്യാവശ്യ കാര്യങ്ങളിൽ ഇടപെടും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എനിക്ക് സാമൂഹിക പ്രശ്നങ്ങളിൽ പള്ളി പോകണം. അതല്ലേ, സാമൂഹിക പ്രശ്നങ്ങളിൽ ചേട്ടൻ ഇടപെടും അല്ലേ? ചേട്ടനെ വിളിക്കാറുണ്ട്, അഭിപ്രായം ചോദിക്കാറുണ്ട്? അഭിപ്രായം പലരും ചോദിക്കും. അതിന് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ തുറന്നടിച്ചു പറയും. ഞാനിവിടെ വന്നപ്പം തന്നെ അറിഞ്ഞു, അതായത് ചേട്ടനെ ഒരു വഴിയുടെ എന്തോ തർക്കമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെടാൻ പോയാക്കൊന്ന് അറിഞ്ഞു. അത് ഇവിടെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതി ഇതിലെ വന്നിട്ടുണ്ട്. പൈപ്പ് ഇട്ടിട്ടുണ്ട് റോഡിൽ. ആ റോഡിൻ്റെ മണ്ണെടുത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടപ്പോൾ ആ വണ്ടി ഒന്നും കടന്നു പോകുകയില്ലാതായി. അപ്പോൾ അതിന് ഒന്ന് വരാവോ എങ്ങനെയാണെന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എൻജിനീയറും പഞ്ചായത്തിൽ നിന്ന് 2-3 ആൾക്കാരും ഒക്കെ കൂടെ വന്ന് അത് നോക്കിയപ്പോൾ അവിടെ ഈ പാറയിൽ നിന്ന് കിട്ടുന്ന പാറമക്കെന്നും പറഞ്ഞ് ഈ പാറയുടെ പൊട്ടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ട് ലെവൽ ചെയ്ത് വെള്ളം അവിടെ താഴുകയില്ലാത്ത പോലെ ആക്കി കോൺക്രീറ്റും ചെയ്യാൻ പറഞ്ഞു. അവർ ഏതാണ്ട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ കാര്യമല്ല, എന്ന് നടക്കുമെന്ന് അറിയത്തില്ല. ഇത് പൈപ്പ് ഇടുമ്പോൾ ഈ റോഡെല്ലാം തല്ലി തകർത്തല്ലേ, വണ്ടി പോലും പോകാൻ പറ്റില്ല. മഴ പെയ്ത് കഴിയുമ്പോൾ ആ മണ്ണെടുത്ത ഭാഗം കുഴിയാണ്, പിന്നെ വണ്ടി ടയർ അതിനകത്ത് താഴുക, പ്രശ്നമാകുക. എന്നാൽ ഇത് ചാരം തൂന്ന് ഒന്ന് കാണിച്ചു തരാമോ? ഇങ്ങനെയാണ് ചാരം തൂളുന്നത്. ഇതിങ്ങനെ തൂത്തിട്ട് 2 ദിവസം വെയിൽ കൊള്ളിക്കും, വെയിലത്ത് വെക്കും. എന്നിട്ട് ഒരു 1 അടി 1.5 അടി കുഴിലാത്തിയിട്ട് കുഴിക്കകത്തോട്ട് വെക്കും. എന്നിട്ട് ആദ്യമേ ഞാനൊരു ശകലം ഈ ഫുർഡാൻ എന്ന് പറഞ്ഞ സാധനം ഇടും. ശകലമേ. ഫുർഡാൻ എങ്ങനെ ഇടുന്നത്? ഫുർഡാൻ ആ കുഴിയിലേക്കാണ് ഇടുന്നത്. കുഴി നട്ടിട്ട് ഒരു 1/2 അടി പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും അങ്ങ് തൂളും. എന്തേലും ഇടണം? അത് ഒരു 10 ഗ്രാം. അതല്ലേ. ഇത് വെയിലത്ത് വെക്കും? അത് 2 ദിവസം വെയിലത്ത് വെക്കും. നല്ല വെയിലത്ത് വെക്കും. നല്ല വെയിലത്ത് വെക്കും. അതെ, തണലത്തല്ല, വെയിലത്ത് തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് എടുത്ത് കുഴിയിൽ വെക്കും. പിന്നെ കൂടുതൽ വിഷം ഇടുകയില്ല, കാരണം ഇത് മനുഷ്യന് ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആദ്യം ഇടിച്ചിട്ട് വിഷം ഇടുകയുള്ളൂ, കാരണവശാലും വിഷം ഇടുകയില്ല. ജോണിയേട്ടാ, ഈ ചാരം തൂളുന്നതുകൊണ്ട് എന്താ? അതിൻ്റെ അകത്തിരിക്കുന്ന ചെറിയതായ അണുക്കൾ, ഈ അണുക്കളാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ അണുക്കൾ ഒത്തിരി നശിച്ചു പോകും, ചത്തുപോകും. ഇതിന് കരിക്കെന്നും പറഞ്ഞൊരു രോഗമുണ്ട്, ഈ ചീച്ചിൽ തടക്കി ഇതിൻ്റെ വിത്തിന്. അതിനെ ഈ ചാരം ചൂടോടെ ചെന്ന് കഴിയുമ്പോൾ വേര് ചെത്തൊന്നും വേണ്ടല്ലേ? വേരൊന്നും ചെത്തിയില്ലാലും കുഴപ്പമില്ല, ചെത്തിയാലും കുഴപ്പമില്ല. പുതിയ വേര് പെട്ടി വന്നോളൂ. അത് മണ്ണിലേക്ക് തന്നെ പോകേണ്ട സംഭവമല്ല, അത് മണ്ണിലോട്ട് പോകേണ്ടത് തന്നെയാണ്. അതൊക്കെ മണ്ണിലിരുന്ന് തന്നെ ചീഞ്ഞ് അഴിഞ്ഞു പൊക്കുള്ളൂ. അപ്പോൾ ഉള്ള കീടങ്ങളല്ല ഇതേലെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കരിക്കോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കരിക്കൊക്കെ കീടങ്ങളുടെ ഒരു ഭാഗമാണ്. അതെ, കരിക്ക് അത് അതിൻ്റെ അടുത്ത് ഇങ്ങനെ തുളച്ച് ചിലത് കിളി നോക്കി അതിനകത്ത് ചെറിയ അണുക്കൾ, ചെറിയ കൃമികൾ പോലെ ചിലതിനകത്ത് കാണുന്നു. രാസവളം ഇടാറുണ്ടോ വാഴയ്ക്ക്? രാസവളം 1-2 പ്രാവശ്യം ഇടുള്ളൂ, ചെറിയ രീതിയിലല്ലേ? ചെറിയ രീതിയിൽ. അത് കുറഞ്ഞൊന്നേ ഇടുള്ളൂ. പിന്നെ വേപ്പും പിണ്ണാക്കിടും. എത്ര മാസം ആകുമ്പോൾ അത് ഇടുന്നത്? അതൊരു 2.5 മാസം 3 മാസത്തിനിപ്പുറം. പിന്നെ വേറെ എന്താ വളങ്ങൾ ചെയ്യാറില്ല? ചാരം തൂടാറുണ്ട്? അത് ഏതെങ്കിലും രാസവളം ഇടുവാണെങ്കിൽ ചാരം ആ രാസവളം ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞ് ഇടുള്ളൂ. കോഴിവളം ചിലപ്പം കോഴിവളം ഇടും. നമുക്ക് ചാണാനും ഉള്ളത് കൊണ്ട് എനിക്ക് ഇതുകൊണ്ട് പ്ലാന്റ് ഉണ്ട്, ഗ്യാസ് പ്ലാന്റ്. ആ ഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ചാണാൻ വാരി നനയാതെ വെച്ച് വെച്ചാൽ നല്ല ഫാക്ടംബേഴ്സ് പോലെ പൊടിഞ്ഞ് നല്ല ക്ലിയറായിട്ട് കിട്ടും. ആ സാധനം കുറേശ്ശെ ചുറ്റും തൂളിക്കൊടുക്കും. ചേട്ടൻ്റെ പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസ് പ്ലാന്റ് ഉള്ള കാരണം വീട്ടിലേക്ക് ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് കിട്ടുന്നുണ്ട്. ഈ ഗ്യാസ് പ്ലാന്റ് ഉണ്ടോ? മറ്റേ ഗ്യാസ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. അതെല്ലേ. അപ്പം ഗ്യാസ് പശു വളർത്തൽ കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടല്ലോ. പശു വളർത്തൽ കൊണ്ട് ചാണകം കിട്ടും, പാല് കിട്ടും, ഗ്യാസ് കിട്ടും. നമുക്കൊരു ജോലിയായി, പറമ്പ് തെളിഞ്ഞു കിടക്കും. എല്ലാം കൊണ്ടും പശുകളൊക്കെ നഷ്ടമൊന്നുമല്ല. പിന്നെ തീറ്റ വില അമിതമായി പോകുന്നു. ഇന്നിപ്പോൾ പാല് കൊടുത്താൽ, സൊസൈറ്റി കൊണ്ട് കൊടുത്താൽ 40 തൊട്ട് 48 രൂപ വരെ വില കിട്ടുന്നുള്ളൂ.
നല്ല DRC ഉള്ളതാണെങ്കിൽ 48, 46, 47 കിട്ടും. അല്ലെങ്കിൽ അതിൽ താഴേക്ക് വരും. അതെ അല്ലേ? എന്നാലും നഷ്ടമൊന്നുമല്ല പശുക്കളൊക്കെ. പിന്നെ നമ്മളെ ബുദ്ധിമുട്ട്, പിന്നെ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട്, നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. ഇതിനെ കറക്കണം, തീറ്റ കൊടുക്കണം, കുളിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തണം. ഒരു ദിവസത്തേക്കൊന്നും മാറി നിൽക്കാൻ സമയമില്ല. ഇതിനെല്ലാം ജോണിയേട്ടനല്ലേ ഇറങ്ങി? ഇതെല്ലാം ഞാനാണ് നടത്തുന്നത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ. അതെ, എനിക്ക് സപ്പോർട്ട് ചെയ്യും പുള്ളിക്കാരത്തി. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ നല്ല രാവന്തിയോളം കടന്ന് കഷ്ടപ്പെടുന്ന ഒരു കർഷകനെ ഈ പ്രായത്തിൽ ഇത്ര ആക്റ്റീവായിട്ട് ഇനിയും ഒരു 10-40 കൊല്ലോടെ ഇതുപോലെ. അയ്യോ, ഇനി 10-40 അപ്പോൾ വയസ്സ് എത്രയാകും? 8-4 പറഞ്ഞു 120. വിദേശ രാജ്യങ്ങളിലൊക്കെ 10-90 വയസ്സുള്ള ഒരു വണ്ടി ഓടിച്ച് നടക്കുന്നുണ്ട് ജോണിയേട്ടൻ. നമ്മളെ വേറൊരു ഇതുള്ളത്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരു ബസ്സിലാണ് യാത്രകളെല്ലാം. യാത്ര മുഴുവൻ ബസ്സിലാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ചന്തയ്ക്ക് പോകുന്നത്? ആഴ്ചയിൽ ഒന്ന് ചിലപ്പോൾ 2 പ്രാവശ്യം പോകും. അതെ അല്ലേ? പ്രിയരെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ജോണിയേട്ടൻ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. ഈ നാടിന് വേണ്ടിയിട്ട്, ഈ കേരളത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടി ഇതുപോലെ പണിയെടുക്കുന്ന ഒരു കർഷകനെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ജോണിയേട്ടനോട് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അറിവുകൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കിട്ടി. ഒത്തിരി സന്തോഷമുണ്ട്. ജോണിയേട്ടാ, എല്ലാവർക്കും ഒരു